ഫലവും അധികാരവുമുണ്ട്. പക്ഷെ കർമ്മം ചെയ്യുന്ന നീ കർമ്മത്തിൽ അധികാരം വച്ചു പുലർത്തുകയും ഫലത്തിലുള്ള നിൻ്റെ അധികാരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുവാനുള്ള നിർദ്ദേശമാണ് ഗീത നൽകുന്നത്. ഉത്തമ ഫലത്തിൻ്റെ സമ്പാദനം പരമ ആവശ്യമാണ്. തദർത്ഥം മനസ്സിൽ ആശയും പ്രതീക്ഷയും കൂടി സമുചിതമാണ്. ആ കാമനയിൽ തന്നെ കുറച്ച് സംശോധനം ചെയ്താൽ നിഷ്കാമകർമ്മം ഉളവാകും. ആൾക്കൂട്ടത്തെ കാണുന്നു എങ്കിൽ, അവർ അവിടെ ചെല്ലുമ്പോൾ ശാന്തരായിരിക്കുന്നു എങ്കിൽ, ആരും അധികാരം വച്ചു പുലർത്താത്തിടങ്ങളിൽ മാത്രമാണെന്ന് കാണാം. ഏത് പദാർത്ഥത്തിലും ഏത് സ്ഥലത്തും, സ്വകാര്യ സ്ഥലങ്ങളാകട്ടെ പൊതുസ്ഥലങ്ങളാകട്ടെ, അതിലെ ഫലത്തിൽ അധികാരം വച്ചു പുലർത്തുന്ന ആളുകളുടെ സാന്നിധ്യം ഫലത്തിലുള്ള അവരുടെ അഭിലാഷം അതിൻ്റെ വളർച്ചയെ ചുരുക്കുകയും അവിടെ എത്തുന്നവരെ അകറ്റി നിർത്തുകയും ചെയ്യും. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. അതിൽ ശ്രുതി നിർദ്ദിഷ്ടമായ 4 സൂത്രങ്ങളടങ്ങുന്ന കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭുഃ മാതേ സങ്കോസ്ത്വകർമ്മണി എന്ന ശ്ലോകമാണ് നാം എടുത്തു വരുന്നത്. കർമ്മം എല്ലായ്പ്പോഴും സഫലം തന്നെ ആയിരിക്കണമെന്നാണ് അധികാര ശബ്ദം കൊണ്ട് നമുക്ക് ബോധ്യമാവുക. കർമ്മത്തിലല്ല നിൻ്റെ കർമ്മത്തിലാണ് നിൻ്റെ അധികാരം, ഫലത്തിലല്ല. ഫലമില്ലെന്നല്ല, ദൃഷ്ടവും അദൃഷ്ടവുമായ ഫലമുണ്ടാവും. ഫലത്തിൽ നിനക്ക് അധികാരമില്ല, അവകാശമില്ല. സഫലമാവുക എന്നതു തന്നെ ഫലകാമനയാണ്. അധികാരപദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അധികാരപദം കൊണ്ട് കർമ്മം ഫലയുക്തമാവണമെന്നാണ്. ഈശാവാസ്യ ഉപനിഷത്തിൽ മാഗൃധ എന്ന പ്രയോഗമുണ്ട്. ആഗ്രഹിക്കരുത്, ആശിക്കരുത്. ഒന്നിനെ ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് വിഷയ താദാത്മ്യം വരുന്നത്. കർമ്മം ജന്മത്തിൻ്റെ ഫലമാണ്. ജന്മം, കർമ്മം, മൃത്യു, ജന്മം, കർമ്മം, മൃത്യു ഇത് ചാക്രികമാണ്. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും ആന്തരികമായും
ബാഹ്യമായും അനേകം കർമ്മങ്ങളുണ്ട്. കർമ്മങ്ങൾക്ക് നിനക്ക് അധികാരമുണ്ട്, കർമ്മഫലത്തിന് അധികാരമില്ല. എന്ന് പറയുമ്പോൾ തന്നെ കർമ്മം ഫലയുക്തമാണെന്ന് പ്രകടമാണ്. ന്യായം പ്രസിദ്ധമാണ്. പ്രാപ്തൗ സത്യാം നിഷേധഃ. ഒരു ഭിക്ഷാടകൻ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അയാൾ കൂടെയുള്ള മറ്റൊരു ഭിക്ഷക്കാരനോട് പറയാൻ തുടങ്ങി. വഴിയരികിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിച്ച് പറയാൻ തുടങ്ങി, ഇതിൽ നിന്നെല്ലാം എൻ്റെ അധികാരം ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, നിനക്കധികാരമുണ്ടായിരുന്നു എങ്കിൽ എവിടെയാണ് നീ ഉപേക്ഷിക്കുക? അധികാരപത്രങ്ങളുടെ കാര്യമാണ്. ക്രെഡൻഷ്യൽസ്, അധീശപട്ടം, അധീശപത്രം, അതുള്ളവർ ഉപേക്ഷിക്കുമോ? അനേകം രാജാക്കന്മാരും രാജകിങ്കരന്മാരും മക്കളുമെല്ലാം ഭാര്യയുമെല്ലാം അധീശപട്ടം സ്വയമുണ്ടാക്കിയും അന്യർ നൽകിയും അധികാരത്തെ ഈശനിൽ നിന്ന് കവർന്നെടുത്ത് തൻ്റേതാണെന്ന് അഭിമാനിച്ചവരാണ്. ഈശനിൽ ചേർത്തുവച്ച് ഇതൊന്നും തൻ്റേതല്ലെന്നറിഞ്ഞ് മാഗൃധ എന്നുൾക്കൊണ്ട് മര്യാദാപൂർവം ജീവിച്ചവരല്ല. സ്ഥാനമാനങ്ങളുടെയും അധീശത്വത്തിൻ്റെയും കൊല്ലിൻ്റെയും കൊലപാതകത്തിൻ്റെയും രംഗവേദിയിലൂടെയെല്ലാം ആധുനികമാനവൻ സഞ്ചരിക്കുമ്പോൾ അവനെയും അവൻ്റെ സാമൂഹിക ഘടനയെയും ഭരിക്കുന്നത് ആശകളാണ്, അഭിലാഷങ്ങളാണ്. അതുകൊണ്ട് ആ രണ്ട് ഭിക്ഷക്കാരിൽ ഒരുത്തനോട് മറ്റവൻ അവൻ്റെ അധികാരങ്ങൾ അവയിലുള്ളത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എവിടെയാണ് നീ ഉപേക്ഷിക്കുക? അധികാരമുണ്ടായിരുന്നെങ്കിൽ നീ അകത്ത് ചുറ്റിത്തിരിഞ്ഞാൽ ദ്വാരപാലകൻ നിന്നെ അടിച്ചോടിക്കുമെന്ന്, നിൻ്റെയാണെന്ന് പറഞ്ഞ് ഇതിനകത്തൊക്കെ കയറിയാൽ. കാര്യം എത്ര നന്നാണ്. നേരത്തെ പ്രാപ്തമാണെങ്കിൽ അതുപേക്ഷിക്കാം. നേരത്തെ അധികാരമുണ്ടെങ്കിലാണ് ഉപേക്ഷിക്കാൻ കഴിയുന്നത്. അതുപോലെ ഇവിടെ അധികാരസ്ഥേ മാ ഫലേഷു കദാചന,
ഈ വാക്യത്തിൽ ഫലത്തിൽ നീ അധികാരം വയ്ക്കരുത്. ഈ പ്രയോഗം അധികാരപ്രാപ്തി നേരത്തെ ഉണ്ടെങ്കിൽ മാത്രം സംഭവമാണ്. അധികാരമില്ലാത്ത, മുമ്പില്ലാതിരുന്ന ഒന്നിനെക്കുറിച്ചത് പറയേണ്ടതില്ല. ഇപ്രകാരം അധികാരപദത്തിൽ വിചാരം ചെയ്യുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ ബോധ്യമാണ്. ഒന്ന്, ഫലം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. രണ്ട്, ഫലത്തിൽ അധികാരവും ഉണ്ടാവണം. അമ്മാതിരി സ്ഥിതിയിൽ കേവലം തൻ്റെ അധികാരത്തെ ഉപേക്ഷിക്കുന്നതിന് ഇവിടെ പറയുന്നു ഫലവും അധികാരവുമുണ്ട്. പക്ഷെ കർമ്മം ചെയ്യുന്ന നീ കർമ്മത്തിൽ അധികാരം വച്ചു പുലർത്തുകയും ഫലത്തിലുള്ള നിൻ്റെ അധികാരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുവാനുള്ള നിർദ്ദേശമാണ് ഗീത നൽകുന്നത്. അതുകൊണ്ട് കർമ്മണ്യേവാധികാരസ്ഥേ എന്നതിനിവിടെ നിഷ്ഫല കർമ്മത്തിൽ താൽപ്പര്യമില്ല. എന്നാൽ വ്യാഖ്യാനത്തിൽ നാം കണ്ട പോലെ ദൃഷ്ടഫലം, അദൃഷ്ടഫലം, ഏവം ദൃഷ്ടാദൃഷ്ടഫലം ഉള്ള കർമ്മത്തിൽ തന്നെ അധികാരം ഇവിടെ പറഞ്ഞു. അത് പറഞ്ഞു കഴിയുകയും ചെയ്തു. ഈ അധികാരപദം കൊണ്ട് ഒരു വലിയ വൈശിഷ്ട്യവും വന്നു ചേരുന്നുണ്ട്. ഉത്തമ ഫലത്തിൻ്റെ സമ്പാദനം പരമ ആവശ്യമാണ്. തദർത്ഥം മനസ്സിൽ ആശയും പ്രതീക്ഷയും കൂടി സമുചിതമാണ്. ആ കാമനയിൽ തന്നെ കുറച്ച് സംശോധനം ചെയ്താൽ നിഷ്കാമകർമ്മം ഉളവാകും. അപ്പോൾ ഏറ്റവും വലിയ വൈശിഷ്ട്യം ഉത്തമഫലത്തിൻ്റെ സമ്പാദനം ആവശ്യമാണ്. ആ അർത്ഥത്തിൽ ആശയും പ്രതീക്ഷയും സമുചിതമാണ്. ആ ഒരു അഭിലാഷത്തെ സംശോധനം ചെയ്താൽ നമുക്ക് നിഷ്കാമകർമ്മമുണ്ട്. എന്ത് സംശോധനമാണ് നാം ചെയ്യേണ്ടത്? ഫലം സ്യാത്, ഈ കാമന വച്ചു പുലർത്തുക. ഫലം വേണ്ടെന്ന് വയ്ക്കണ്ട, ഫലം വേണം, ഫലമുണ്ടാവണം. എന്നാൽ ഫലം മേ സ്യാത്, ഇതിൽ മേ എന്നതിനെ ഇടയിൽ തിരുകരുത്. മേ എന്നത് അധികാരാർത്ഥ ശബ്ദമാണ്. ഇക്കാര്യം ദൃഷ്ടാന്തം കൊണ്ട് മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ നല്ല അറിവുള്ളവനാണ്, നല്ല മനുഷ്യനാണ്. അയാൾ വഴിയരുകിൽ ഒരു ഫലവൃക്ഷങ്ങളുടെ തോട്ടമുണ്ടാക്കി. വളരെ പ്രയത്നിച്ചാണ് ഉണ്ടാക്കി. പണ്ട് കൃഷി ചെയ്തിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എത്ര പ്രയത്നിച്ചാലാണ് ഒരു തോട്ടം ഉണ്ടാവുക. ഇന്നും കൂടി വനങ്ങളിലും മലകളിലും സ്ഥലമൊക്കെ വാങ്ങിയിട്ടുള്ളവരുടെ സ്ഥലങ്ങൾ
അവരുടേതാണ്. മുൻപറഞ്ഞയാൾ ധാരാളം മരങ്ങൾ വച്ച് പിടിപ്പിച്ചു, സംരക്ഷിച്ചു, ജലസേചനം ചെയ്തു, വളമിട്ടു. മരങ്ങൾ വളർന്നു, ധാരാളം ഫലങ്ങളുണ്ടായി. മാങ്ങയും ചക്കയും എല്ലാം ഉണ്ടായി. മുന്തിരിങ്ങയും ഓറഞ്ചും ദാടിമാതളവും ഉണ്ടായി. അത് കഴിഞ്ഞയാൾ തൻ്റെ അധികാരം ഉപേക്ഷിച്ചു. നശിപ്പിക്കാൻ പറ്റാതാകുന്നതുവരെ മാത്രം തൻ്റെ അധികാരം നിലനിർത്തി, ബാക്കി അധികാരം ഉപേക്ഷിച്ചു. അപ്പോൾ അത് ആരുടെ അധികാരത്തിലാണ്? ലോകർക്ക് മനസ്സിലായി ആ മനുഷ്യൻ ഫലത്തിൻ്റെ തൻ്റെ അധികാരം വച്ചു പുലർത്തുന്നില്ലെന്നോ, അതിൻ്റെ ഫലത്തിലൊന്നും താൻ അധികാരം പുലർത്തുന്നില്ല എന്ന് ലോകർ കണ്ടു. ഒരാൾ ഫലത്തിൽ അധികാരം പുലർത്തുന്നില്ല എന്ന് കണ്ടാൽ ആളുകൾ ഓടിയെത്തും. ലോകത്തെവിടെയും ആളുകൾ എത്തുന്നു എങ്കിൽ വീടുകളിൽ, പൊതുസ്ഥലങ്ങളിൽ, സ്വകാര്യത നിലനിൽക്കുന്നിടങ്ങളിൽ ഒക്കെ ആൾക്കൂട്ടത്തെ കാണുന്നു എങ്കിൽ, അവർ അവിടെ ചെല്ലുമ്പോൾ ശാന്തരായിരിക്കുന്നു എങ്കിൽ, ആരും അധികാരം വച്ചു പുലർത്താത്തിടങ്ങളിൽ മാത്രമാണെന്ന് കാണാം. ഏത് പദാർത്ഥത്തിലും ഏത് സ്ഥലത്തും, സ്വകാര്യ സ്ഥലങ്ങളാകട്ടെ പൊതുസ്ഥലങ്ങളാകട്ടെ, അതിലെ ഫലത്തിൽ അധികാരം വച്ചു പുലർത്തുന്ന ആളുകളുടെ സാന്നിധ്യം, ഫലത്തിലുള്ള അവരുടെ അഭിലാഷം അതിൻ്റെ വളർച്ചയെ ചുരുക്കുകയും അവിടെ എത്തുന്നവരെ അകറ്റി നിർത്തുകയും ചെയ്യും. ഫലത്തിൽ അധികാരമില്ലെന്നും ഫലം മേ സ്യാത് എന്ന നിർബന്ധമില്ലെന്നും കർമ്മത്തിൽ അധികാരമുണ്ടെന്നും മനസ്സിലാക്കുമ്പോൾ ആളുകളെല്ലാം സഹകരിക്കും. ഭാരതീയ ചിന്തയുടെ ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് വർണ്ണധർമ്മങ്ങളെയും ആശ്രമധർമ്മങ്ങളെയും രൂപപ്പെടുത്തിയിട്ടുള്ളത്. വർണ്ണത്തിലൊന്നും ഫലാസക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നറിയുമ്പോഴാണ് കർമ്മത്തിൻ്റെ ഉച്ചനീചത്വം ശ്രദ്ധേയമാകുന്നത്. കർമ്മങ്ങളുടെ ഫലം ഏറിയും കുറഞ്ഞും വരുന്നതിനനുസരിച്ച് അതിൽ വ്യക്തിയെ ചേർത്തുവെച്ച് അതിൻ്റെ അധികാരം എനിക്കാണ് എന്ന് വ്യക്തിയുടെ സ്വാർത്ഥത കലർന്ന ഭാവം വരുമ്പോൾ മാത്രമാണ് കർമ്മത്തിന് ഉച്ചനീചത്വം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എല്ലാ കർമ്മവും അതിൻ്റെ ഫലം ഈശ്വരാർപ്പണമാകുന്നതോടുകൂടി ഈശ്വരാർപ്പണമായിത്തീരുന്നു. ഒരു കർമ്മവും ഉച്ചമോ നീചമോ അല്ലാതാകുന്നു. കർമ്മത്തിൻ്റെ ഫലമായ ശമ്പളങ്ങളും കിമ്പളങ്ങളും
മറ്റാനുകൂല്യങ്ങളും കർമ്മഫലമായി ഉണ്ടാകുന്ന വസ്തുവകകളും എൻ്റെയാണ് എന്ന മമത, അതെനിക്കുള്ളതാണ് എന്ന വാശി, ഇതൊക്കെ വരുമ്പോഴാണ് ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകുന്നത്. ഗീതയുടെ ഈ ദർശനം നിലനിന്നിരുന്ന ഇന്ത്യയിൽ കർമ്മങ്ങൾക്ക് ഉച്ചനീചത്വം നൽകിയത് ആധുനിക കാലത്താണ്. ആധുനിക കാലത്ത് മാത്രമാണ് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ മേസ്യാത് ഫലം ഇല്ല എന്നല്ല, ഫലത്തിൽ അധികാരം വച്ചു പുലർത്തരുത് എന്നുള്ളതാണ്. നമ്മുടെ തോട്ടമുണ്ടാക്കിയ വ്യക്തി വൃക്ഷങ്ങളെല്ലാം വച്ചു പിടിപ്പിച്ച് ഫലിച്ചു തുടങ്ങിയപ്പോൾ തൻ്റെ അധികാരം പിൻവലിച്ചു. അയാൾ അതിൽ അധികാരം വച്ചു പുലർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ജനങ്ങൾ അവിടെ എത്തി. പ്രേമപൂർവം ഫലം പറിച്ചു തിന്നാൻ തുടങ്ങി. അവർ വൃക്ഷങ്ങളെ നശിപ്പിക്കുകയോ പറിച്ചു കളയുകയോ വെട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തില്ല. വഴിപോക്കർ കടന്ന് വിശ്രമിക്കുന്നതിനും മരങ്ങളുടെ തണലിരിക്കുന്നതിനും തുടങ്ങി. ആ വൃക്ഷങ്ങളെ ഒന്നിനെപ്പോലും അവർ നശിപ്പിച്ചില്ല. അനേക ജീവജാലങ്ങളെ തണലിൽ വന്നുകൂടി. അവ ഒരു ഉത്തമ പാരിസ്ഥിതിക തലമുണ്ടാക്കി. ഓഘസംബന്ധമായ എക്കോളജിക്കലായ ഒരു സമ്യക് സംഭാവന അവിടെ ഉണ്ടായി. അവിടെ വന്നിരിക്കുന്നവരും ആ ഫലമറുത്തു തിന്നുന്നവരും നന്ദിവാചകമുതിർത്തു, ഹൃദയപൂർവം ആശീർവദിച്ചു. ഇവിടെയാണ് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന. അതെ, വിശന്നാൽ സ്വയം ഭുജിക്കുന്നതിന് അയാൾക്കും സ്വീകരിക്കാം. ആ തോട്ടം ഉണ്ടാക്കിയവനും അതിൽ നിന്ന് പറിച്ചു തിന്നാം. അവിടെയൊക്കെ ത്യാഗമെന്നാൽ മേ എനിക്ക്, മമ എൻ്റെ എന്നതിൻ്റെ മാത്രം ത്യാഗമാണ്. മമ എന്ന സ്വാർത്ഥത്തിൻ്റെ ത്യാഗം. സ്വാർത്ഥം ത്യജിക്കുമ്പോൾ വസ്തുക്കൾ പരാർത്ഥമായിത്തീരുന്നു. അതുകൊണ്ട് പരാർത്ഥകർമ്മമാണ് ഇവിടെ ഭഗവത് അഭിപ്രേതമായിട്ടുള്ളത്. ഇതിനുദാഹരണമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും മറ്റും കണ്ടത്. ആദ്യകാല സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാത്മാഗാന്ധിയും തിലകനുമൊക്കെ ഭാരതത്തെ സ്വതന്ത്രമാക്കുന്നതിന് ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചു. അതിനായി ജീവൻ അർപ്പിച്ചു. സ്വാതന്ത്ര്യവും കിട്ടി. അവർക്കാണോ കിട്ടിയതല്ല, എല്ലാവർക്കും കിട്ടി. അതുകൊണ്ട് അവർക്കും കിട്ടി. അതാണ് നിഷ്കാമ കർമ്മയോഗത്തിൻ്റെ രഹസ്യം. ദൃഷ്ടഫലകമായ കർമ്മത്തിൻ്റെ നിഷ്കാമ കർമ്മയോഗത ഇവിടെ സ്പഷ്ടമാണ്. യജ്ഞയാഗാദി അദൃഷ്ടകർമ്മത്തിൻ്റെയും കൂടി നിഷ്കാമ കർമ്മയോഗരൂപത
നമ്മൾ മുന്നോട്ട് പ്രകടമാക്കും. അതിൻ്റെ ഫലം എപ്രകാരം? ഫല അധികാരത്യാഗമെങ്ങനെ? ഇവയെല്ലാം വിശേഷ വിവേചനീയമാണ്. അത് മുന്നോട്ട് നാം സ്പഷ്ടമാക്കും. ഇത് മഹത്തായ നിഷ്കാമ കർമ്മയോഗം അതീവ രഹസ്യപൂർണമാണ്. ഈ നിഷ്കാമ കർമ്മയോഗം അത്യന്തം രഹസ്യപൂർണമാണ്. ഇത് ശരിയായി മനസ്സിലാകുന്നതിന് അധികാരപദത്തിന്മേൽ സ്വയമിരുന്ന് പര്യാപ്തമായി മനനം ചെയ്യണം. അപ്പോൾ അത് ഹൃദയംഗമമാകും. ഇന്നത്തെ ലേഖകന്മാർ സ്വയം വലിയ ജ്ഞാനികളാണെന്ന് മാനിക്കുന്നുണ്ട്. അവരുടെ ഗതി അന്യവിഷയങ്ങളിലാണ് പലപ്പോഴും പതിക്കുന്നത്. എത്ര ഉദ്ധരണങ്ങൾ, എത്ര ബാഹ്യവിഷയങ്ങളിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുപോകൽ, എത്രയെത്ര കാര്യങ്ങളുടെ ചർച്ച, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജ്ഞാനമെന്ന് അക്കൂട്ടർ തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. എന്നാൽ ശാസ്ത്രത്തിൽ അവരുടെ പദം ഊന്നുവാൻ കഴിയുന്നുമില്ല. ഈ സന്ദർഭത്തിൽ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലൂടെ അർജുനനെ നിമിത്തമാക്കി മൗലികങ്ങളായ കർമ്മസൂത്രങ്ങൾ ഉന്നയിച്ച് നമ്മെ പ്രബുദ്ധരാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അഹൈതുക കൃപയ്ക്ക് മുന്നിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം.